ഞാനായ എന്റെ ഉസ്താദും ജാമ്യന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഉസ്താദ് എന്ന് പറയുന്നത്. ഈ വിഷയം കൈകാര്യം ചെയ്തിട്ട് കൊളാക്കി. ഒന്നാമത്തെ സീഡിയിൽ അദ്ദേഹം കാടടച്ചു വഴിയൊക്കെ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ചില വാചകങ്ങള് അത് കേട്ട് നമ്മൾ അന്ന് തന്നെ അത് കേട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോ നമ്മളൊക്കെ വിചാരിച്ചു ഇതൊക്കെ തിരുത്തും എന്നുള്ളതാണ് നമ്മളൊക്കെ കരുതിയത്. ഇനി ഏതായാലും തിരുത്തേണ്ടി വരും. ഒന്നെങ്കിൽ ഫൈസൽ മുസ്ലിയാരെ ഖത്തർ പ്രഭാഷണം തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ ജബ്ബാർ മദീനിന്റെ പ്രഭാഷണം തിരുത്തേണ്ടി വരും. ഏതെങ്കിലും ഒന്ന് തിരുത്തൽ നിർബന്ധമാകും. ഇവിടെ ഖത്തറില് ഇസ്ലാമിക് സെന്ററിൽ പറഞ്ഞാൽ അത് ജമാഅത്തെ ഇസ്ലാമി അല്ല എന്നുള്ളത്, അതും ആകാം ഇതും ആകാം. ആ നിലപാട് ഇതിന്റെ ഉള്ളിലും പറ്റൂലല്ലോ. അപ്പൊ ഏതാണ് ഇതിൽ സലഫിയത്ത് എന്നുള്ളത് അത് നിങ്ങൾ തന്നെ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരണം കൊടുക്കണം. ബഹുമാനിയായ ജബ്ബാർ മദീനി ആദ്യം പറഞ്ഞ എന്താ അറിയോ? ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വ എടുത്തിട്ട് വായിച്ചു. എന്നിട്ട് പറഞ്ഞതാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഒരു സംഘടന കണ്ടാൽ അതിൽ ചേരണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തുള്ള ഒരു ഷർത്ത് എവിടെ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഷർത്തുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഞാനതിങ്ങനെ ഒന്ന് വായിച്ചു തരാം. കാരണം എത്രത്തോളം മോശമായിട്ടാണ് ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറഞ്ഞു, സംഘടനാ സംവിധാനത്തിൽ തികഞ്ഞ വിരക്തി ജനിപ്പിക്കും. ഈ ശുറൂത്തുകൾ നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചാൽ സംഘടനാ സംവിധാനത്തിൽ തികഞ്ഞ വിരക്തി ജനിപ്പിക്കും. ആളുകളെ പിറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. സംഘടനയുടെ ശുറൂത്ത് പറഞ്ഞിട്ട് ആളുകളെ പിറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായി പറയുന്നത്, സംഘടന അനുവദനീയമാണ് നിബന്ധനകളോടെ എന്ന് വാദിക്കുന്നവരുടെ വിശദീകരണം കേട്ടാൽ സംഘടനയോളം തിന്മ മറ്റൊന്നുമില്ല എന്ന രൂപത്തിലുള്ള വിശദീകരണമാണ്. കണ്ടോ? സംഘടന ശുറൂത്തുകളോടുകൂടി ജായിസാണ് എന്ന് പറഞ്ഞാൽ എന്താ തോന്നുന്ന ഒരാൾക്ക്? സംഘടനയോളം തിന്മ ഈ ദുനിയാവിൽ വേറൊന്നുമില്ല എന്നുള്ളതാ തോന്നുക എന്നുള്ളതാ. ഏത് സംഘടനക്ക് ശുറൂത്തുണ്ടെന്ന് പറഞ്ഞാല് ഇത്രത്തോളം തിന്മ ഉള്ള വേറൊരു സാധനം ഇല്ല എന്നുള്ളതാ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വകളിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഫത്വകളാണ് ഇവർ പറയുകയും ജനങ്ങളെ വഴികേടിലാക്കുകയും ചെയ്യുന്നത്. അപ്പോ ശുറൂത്ത് പറഞ്ഞിട്ട് ജനങ്ങളെ വഴികേടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ഫൈസൽ മുസ്ലിയാർ കേട്ടിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് അറിയില്ല. ശുറൂത്തുകൾ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് എന്താണ്? ഇത്രത്തോളം തിന്മ വേറൊന്നുമില്ല എന്നുള്ളതാ. ഇത് നിബന്ധനകളല്ല, അബദ്ധങ്ങളാണ്. ശുറൂത്തുകളെ കുറിച്ച് അദ്ദേഹം പറയണം, ഇത് നിബന്ധനകളല്ല, അബദ്ധങ്ങളാണ്. ആരാണ് ഈ നിബന്ധനകൾ വിശദീകരിച്ചത്? ഇതിൽ തികച്ചും വിഡ്ഢിത്തവും വങ്കത്വവുമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് സലാഹിയുടെ ചില പ്രഭാഷണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് പറഞ്ഞതാണ്. പെരിന്തൽമണ്ണ പുളിക്കലിങ്ങനെയുള്ള പ്രഭാഷണം, മഞ്ചേരിങ്ങനെയുള്ള പെരിന്തൽമണ്ണ പുളിക്കലിങ്ങനെയുള്ള പരിപാടികളെ പ്രഭാഷണങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് പറഞ്ഞതാണ്. ഇതിൽ വിഡ്ഢിത്തവും വങ്കത്തരവുമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അത് ആ പറഞ്ഞ കാര്യങ്ങള് എന്തോ ആയിക്കോട്ടെ, അത് ഷർത്തായിക്കോട്ടെ ലവാബിത്തായിക്കോട്ടെ, അതെന്താന്നുള്ള നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ആ പറയപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വങ്കത്താകുന്നത് മനസ്സിലാണില്ല. സലാഹി അവിടെ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അബദ്ധാകുന്നത്? അതെങ്ങനെ വങ്കത്താകുന്നത്? അതെങ്ങനെ വിഡ്ഢിത്താകുന്നത്? കാരണം അവിടെ വിശദീകരിക്കുന്നത് എന്താണ്? ഹിസ്ബിയത്ത് പാടില്ല, അതേപോലെ വലാവും ബറാവും സംഘടനാടിസ്ഥാനത്തിൽ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ വിശദീകരിക്കുന്നത്. കളവ് പറയാൻ പാടില്ല, അതേപോലെ തന്നെ പിരിക്കുന്നത് ശറ അനുസരിച്ച മാർഗത്തിലൂടെ ആയിരിക്കണം, ശറയിന് മുഖാലഫായിട്ടുള്ള കാര്യങ്ങൾ സംഘടനയിൽ ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയാണ് ജബ്ബാർ മദീനി ഈ കാര്യങ്ങൾ അബദ്ധങ്ങളാകുന്നത്? ഇത് ഷർത്തുകളാണോ ലവാബിത്തുകളാണോ എന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് അബദ്ധാകണത്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? എന്താ സംഭവിച്ചത്? മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള വാദങ്ങൾ? ഈ സംഘടനക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഷർത്തുകൾ കാണാത്ത ഒരാളാണ് ജബ്ബാർ മദീനി എന്നുള്ള വിശ്വാസം എനിക്ക് ഏതായാലും ഇല്ല. പക്ഷെ പിന്നെ ഇത് ആരെ പ്രൊട്ടക്ട് ചെയ്യാനാ? അദ്ദേഹത്തിന്റെ ആ സംസാരം കേട്ടാൽ തന്നെ അറിയാം ചില ആളുകൾ അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ശൈലി ഇതല്ല, അദ്ദേഹത്തിന്റെ ശൈലി ഇതല്ല, അദ്ദേഹത്തിന്റെ രീതി ഇതല്ല. അദ്ദേഹം സംഘടനാ രംഗത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സംഘടനാ രംഗത്തുള്ള രീതി, അതിനോടുള്ള സമീപനം എന്തായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. പിന്നെ എന്തിനു വേണ്ടിയിട്ട് അത് പറയുന്നത്? എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തറിയോ? സംഘടനാ രംഗത്ത് നിന്ന് ആളുകളെ പിടിച്ചു വലിക്കാനും സംഘടന വളരെ മോശമായൊരു സംഗതിയാണെന്ന ചിന്ത വളർത്താനും എഴുന്നള്ളിച്ചതാണ് ഈ നിബന്ധനകൾ. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്?
സംഘടനാ രംഗത്ത് നിന്ന് ആളുകളെ പിടിച്ചു വലിക്കാൻ, സംഘടന വളരെ മോശമായ ഒരു സംഗതിയാണെന്ന ചിന്ത വളർത്താൻ. ഇതൊക്കെ വൈസിലും സിയായി കേട്ടിട്ടുണ്ടോവോ? കേട്ടിട്ടുണ്ടോന്നാവോ? ഇതായാലും ഈ സീഡി ഒന്ന് കേൾക്കുന്നത് നല്ലതാ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇത് ഇൽമാണോ ദുൽമാണോ? അദ്ദേഹം ചോദിക്കാണ്, ഇത് ഇൽമാണോ ദുൽമാണോ? ഇത് പ്രമാണബദ്ധമല്ലാത്ത അബദ്ധജടിലമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്നാമത്തെ സീഡിയിൽ മാത്രമുള്ളതാട്ടോ. ഇനി രണ്ടാമത്തെ സീഡി, മൂന്നാമത്തെ സീഡി വേറെ ഉണ്ട്. അങ്ങനെ ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മറുപടിയാണ്. കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന് അദ്ദേഹം ഇരുന്നിട്ട് വിശദീകരണം കൊടുക്കുകയാണ്. അങ്ങനെ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. സംഘടനക്ക് ശുറൂത്തുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള മറുപടി കൊടുത്തപ്പോ പിന്നെ അദ്ദേഹം അടുത്ത സീഡിയിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ലവാബിത്തുകളെ ഷർത്തുകളായി തെറ്റായി അവതരിപ്പിക്കുകയാണ്. ലവാബിത്തുകളെ ഷർത്തുകളായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലവാബിത്തുകളും ഷർത്തുകളും പണ്ഡിതന്മാർ ഒരേ അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ലവാബിത്തിന്റെ പര്യായമല്ല ഷർത്ത് എന്നുള്ളത്. ഇത് തികഞ്ഞ കോട്ടിമാട്ടലാണ്, ഇത് കബളിപ്പിക്കലാണ്, ഇത് തീർത്തും ശരിയല്ല. അവിടെ എന്ത് ചെയ്തു? വേറെ ചർച്ച വലിച്ചിട്ടു, ലബത്തും ഷർത്തും. കാരണം ഇബാദല്ലാഹി വിഷയത്തില് അവര് ചില ചർച്ചകൾ വലിച്ചിട്ടതുപോലെ എന്താണ്, ആളുകളെ കുറച്ചൊക്കെ പിടിച്ചെടുത്താതുകൊണ്ട് സാധിക്കും. അതന്നെയാണ് വൈസൽ മുസ്ലിയാർ ഇവിടെ സംഘടനക്ക് ഷർത്തുണ്ട് ലബത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം പറയുന്നത് കാര്യങ്ങൾ എന്താ അറിയോ? സൂക്ഷ്മമായ പ്രയോഗം ലബത്ത് എന്നുള്ളതാണ്. എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ചില പണ്ഡിതന്മാർ ഷർത്ത് എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. കാരണം അദ്ദേഹം അങ്ങനെയൊന്നും പെട്ടെന്ന് കേടുന്നു പോകുന്ന ആളല്ല അദ്ദേഹം. കുറച്ചൊക്കെ അതിനോട് താല്പര്യമുള്ള ആൾ തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തെ ആരോ പിടിച്ചു വലിക്കുക ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ റിമോട്ട് അത് വേറെ ആരുടെയൊക്കെ കയ്യിലുള്ളത്. അതുകൊണ്ട് കുറച്ചൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്.